സ്വേദം വശേ സർവം ത്രിദേവ യത് പ്രതിഷ്ഠിതം മാദേവ പുത്രാൻ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാംശ്ച വിദേഹി നൈതി. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോഴാണെങ്കിലും യോഗാസനങ്ങൾ തുടങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. യോഗ നമസ്കാരം ചെയ്തിട്ട് വേണം ചെയ്യാൻ. എല്ലാത്തിനും നമുക്ക് അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലോ. സ്കൂളിലാണെങ്കിലും സ്കൂൾ തുടങ്ങുന്നതിന് ഒരു പ്രയർ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പം നമ്മൾ പ്രാണായാമം അതൊക്കെ ചെയ്തു. തുടക്കമാണ് പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പുള്ള മുന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കപാൽഭാതി ചെയ്തു, ഭസ്ത്രിക ചെയ്തു, പിന്നെന്ത് ചെയ്തു, വിഭാഗീയ ശ്വസനം, ഫുൾ ലോജിക് ബ്രീത്തിങ്, ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യാനുലോമ വിലോമ പ്രാണായാമ, ചന്ദ്രാനുലോമ വിലോമ പ്രാണായാമ, പിന്നെ ബാലൻസിങ് പ്രാണായാമ. ബാലൻസിങ് പ്രാണായാമയ്ക്ക് വേറൊരു പേര് കൂടിയിട്ട് നാഡീശുദ്ധി പ്രാണായാമം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ആദ്യം നമുക്ക് സൂര്യാനുലോമ ചന്ദ്രാനുലോമ എന്താണെന്ന് നോക്കാം. അത് സൂര്യൻ്റെ സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡും ചന്ദ്രൻ്റെ സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡുമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ നമ്മുടെ ശ്വസനഗതി സ്മൂത്തും സ്ലോ ആകും. മെയിനായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം അതാണ്. പിന്നെ സൂര്യാനുലോമ ചെയ്താൽ വണ്ണം കൂടുതലുള്ളവരുടെ വണ്ണം കുറയും. ചന്ദ്രാനുലോമ ചെയ്താൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വയ്ക്കും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഹൈ ബി പി ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരുപാട് വണ്ണമുള്ളവർ ചന്ദ്രാനുലോമ ചെയ്യരുത്, സൂര്യാനുലോമ ചെയ്യരുത്. അധികം മെലിഞ്ഞിരിക്കുന്നവർ ചന്ദ്രാനുലോമ ചെയ്യാൻ പാടില്ല. നേരെ വിപരീതം വരും ബലം. അപ്പം അതുകൊണ്ട് വണ്ണം കുറയ്ക്കാനുള്ളവർ സൂര്യാനുലോമ ചെയ്യുക, വണ്ണം വെക്കണം എന്ന് ആഗ്രഹമുള്ളവർ ചന്ദ്രാനുലോമ ചെയ്യുക. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇടത് കൈ ചിന്മുദ്രയിൽ വയ്ക്കുക, വലത് കൈ നാസികാമുദ്രയിൽ വയ്ക്കുക. നാസികാമുദ്ര ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ട് വിരൽ, ചൂണ്ടുവിരലും ഈ നടുവിലത്തെ വിരലും മടക്കി വയ്ക്കുക. ഈ രണ്ട് വിരലും നേരെ നിൽക്കുക. എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യാനുലോമ ആണ്. സൂര്യാനുലോമ വിലോമ. അതായത് റൈറ്റ് ഹാൻഡിലെ മോതിര വിരലുകൊണ്ട് ഇടത് മൂക്ക് അടച്ചു പിടിക്കുക. നേരെ നിവർന്നിരുന്ന് ഷോൾഡറൊക്കെ ഒന്ന് അയച്ചിട്ട് ഫേസ് നേരെ വെച്ച് മുഖമൊക്കെ പ്രസന്നമാക്കിയിരിക്കുക. മോതിര വിരലുകൊണ്ട് ഇടത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ, ഇടത് കൈ ചിന്മുദ്രയിലായിരിക്കണേ, വലത് മൂക്കിലൂടെ പതുക്കെ ശ്വാസം മേളിലേക്ക് എടുക്കുക. പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് മേളിലേക്ക് എടുത്തതിലും കൂടുതൽ സമയമെടുത്ത് താഴേക്ക് നോക്കാം. മുഖത്തിനൊരു ഭാവവ്യത്യാസം വേണ്ട, പ്രഷർ വേണ്ട, സാവധാനത്തിൽ. ആദ്യം നമ്മൾ വെറുതെ ഒന്ന് സാധാരണ ശ്വാസം എടുക്കും. 3 പ്രാവശ്യം സാധാരണ ശ്വാസം എടുത്ത് വിടാം. ഇനി ഇടത് സൈഡ് അടച്ചു പിടിക്കുക മോതിര വിരലുകൊണ്ട്. എന്നിട്ട് ഈ സൈഡിൽ കൂടി പതുക്കെ ശ്വാസം എടുക്കുക. ഒരു റൗണ്ട് എടുത്തു. അങ്ങനെ 9 റൗണ്ട് ചെയ്യുക.
9 റൗണ്ട് ആ സൈഡ് ചെയ്യണം. അതാണ് സൂര്യാനുലോമ വിലോമ എന്ന് പറയുന്നത്. 9 റൗണ്ട് ചെയ്യണം ഓരോ. ഈ സൂര്യാനുലോമ വിലോമ 27 പ്രാവശ്യം ചെയ്താൽ ഈ ഡിപ്രഷൻ്റെ അസുഖമുള്ളവർക്ക് ഒരു ദിവസം 27, അതായത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ ലഞ്ച്, ബിഫോർ ഡിന്നർ, ബിഫോർ സ്ലീപ്പ് 4 പ്രാവശ്യം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ്, ഉച്ചയ്ക്ക് ഊണിന് മുമ്പ്, വൈകിട്ട് രാത്രി ഭക്ഷണത്തിന് മുമ്പ്, പിന്നെ കിടക്കുന്നതിന് മുമ്പ് 4 പ്രാവശ്യം ഇത് ചെയ്താൽ 27 പ്രാവശ്യം വീതം ചെയ്താൽ ഡിപ്രഷൻ ഉള്ളവർക്ക് വളരെ ഗുണകരമാണ് സൂര്യാനുലോമ വിലോമ ചെയ്യുന്നത്. സൂര്യനാടി, ചന്ദ്രനാടി, നമുക്ക് 2 നാടികളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ബാലൻസും ഈക്വൽ ആവും. അപ്പോൾ അത് 9 പ്രാവശ്യം ചെയ്തു. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ചന്ദ്രാനുലോമ വിലോമ. ഇതുപോലെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യണം? ഈ തള്ളവിരലുകൊണ്ട് വലതുമൂക്ക് അടച്ചു പിടിക്കുക. ഇടതുമൂക്കിലൂടെ ശ്വാസം സാവധാനത്തിൽ എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. അതേ മൂക്കിലൂടെ അതിലും കൂടുതൽ സമയമെടുത്ത് പുറത്തേക്ക് കളയുക. ഇതെല്ലാം കണ്ണടച്ചിരുന്നാണ് ചെയ്യേണ്ടത്. കണ്ണടച്ചിരുന്ന് ചെയ്തതിന് ശേഷം 9 റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ കണ്ണടച്ച് തന്നെ ഇരുന്ന് നമ്മുടെ ശരീരത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയണം. അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. അപ്പോഴേ നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. ഇത് 9 പ്രാവശ്യം ഇതും ചെയ്യുക. അപ്പോൾ സൂര്യാനുലോമ വിലോമ കഴിഞ്ഞു, ചന്ദ്രാനുലോമ വിലോമ കഴിഞ്ഞു. അടുത്തത് ബാലൻസ് പ്രാണായാമ. അതായത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ലെഫ്റ്റും റൈറ്റും ചെയ്യാറുണ്ടല്ലോ. ഈ ബാലൻസിങ് പ്രാണായാമം അല്ലെങ്കിൽ എന്താ പറയുക, നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഇടതുമൂക്ക് അടച്ചു പിടിക്കുക. വലതുമൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇടതുമൂക്ക് തുറന്ന് അതിലൂടെ വിടുക. വീണ്ടും ഇടതുമൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വലതുമൂക്കിലൂടെ കളയുക. നോക്കാം നമുക്ക്. ഇടതുമൂക്ക് അടച്ചു പിടിക്കുക, വലതിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഇടതുമൂക്ക് തുറന്ന് വലതുമൂക്ക് തള്ളവിരലുകൊണ്ട് അടച്ച് ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഇതേ മൂക്കിലൂടെ ഇടതുമൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വലതിലൂടെ കളയുക. അടയ്ക്കുക, വലതുമുഖം തുറക്കുക, പുറത്തേക്ക് വീണ്ടും. മനസ്സിലായോ? ഇതിലൂടെ എടുക്കുക, ഇതിലൂടെ കളയുക, അതിലൂടെ എടുക്കുക, ഇതിലൂടെ കളയുക, വീണ്ടും ഇതിലൂടെ എടുക്കുക, ഇതിലൂടെ കളയുക. അങ്ങനെ ചെയ്താൽ മതി. 9 റൗണ്ട്. അങ്ങനെ എല്ലാം 9 റൗണ്ട് വീതം നമ്മൾ ചെയ്യണം. നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ശ്വാസം സാവധാനത്തിലും അതുപോലെ തന്നെ സോഫ്റ്റായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തലവേദനയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ലങ്സിന് കൂടുതൽ പ്രഷർ കൊടുക്കണമെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. നമ്മളെപ്പോഴും സാവധാനത്തിൽ യാതൊരു സ്ട്രെസ്സും ഇല്ലാണ്ട് ചെയ്യണം പ്രാണായാമമൊക്കെ. അപ്പം നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും എനർജിയും ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയായി. അല്ല, നമുക്കൊരു തലവേദന തോന്നുകയാണ് അല്ലെങ്കിൽ തലയ്ക്കൊരു ഭാരം പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയായിട്ടില്ല. നമ്മൾ സാവധാനത്തിലും പറഞ്ഞതുപോലെ തന്നെ സാവധാനത്തിൽ സമയമെടുത്ത് പൂർണ്ണമായും അവയർനെസ്സോടുകൂടി നമ്മൾ അനുഭവിച്ച് തന്നെ ചെയ്യണം. അതിൻ്റെ റിസൾട്ട് നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. എന്നാലേ ഇതിനൊക്കെ ഫലമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് നോസ്ട്രലിൻ്റെ ക്ലീനിങ് നടക്കും, അത് ബാലൻസ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള മെറ്റബോളിക് എനർജി ഡിക്രീസ് ചെയ്യും. കുറേ
അത് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെയോ ഈ ഇതില്ലേ ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ളവർക്ക്, ആസ്മ, വലിവ് പോലെയുള്ളവർക്കൊക്കെ ഇത് നല്ലോണം ഗുണം ചെയ്യും. പിന്നെ എന്താണ്, പിങ്ങള നാഡി ബാലൻസ് ചെയ്യും. നമ്മുടെ പ്രധാനമായിട്ടുള്ള 2 നാഡി, ഇട പിങ്ങള എന്ന് പറയുന്ന 2 നാഡീസാണ് നമുക്കുള്ളത്. അതിൻ്റെ ബാലൻസിങ് ഒക്കെ നടക്കും. അപ്പോൾ ഇതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്ത്, ഈ ബാലൻസിങ് പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ഈ ആങ്സൈറ്റിയുടെ അസുഖമുള്ളവരാണെങ്കിൽ ഈ ചന്ദ്രാനുലോമ വിലോമ 27 പ്രാവശ്യം ചെയ്താൽ മതി. എങ്ങനെ, ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, ലഞ്ചിന് മുമ്പ്, ഡിന്നറിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് 4 പ്രാവശ്യം 27 പ്രാവശ്യം വീതം ചെയ്താൽ ഡിപ്രഷൻ ഉള്ളവരുടെ, അത് സൂര്യാനുലോമ ചെയ്താൽ ഡിപ്രഷൻ, ചന്ദ്രാനുലോമ വിലോമം ചെയ്താൽ ആങ്സൈറ്റി മാറിക്കിട്ടും. അപ്പം ഇത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. നന്ദി. ഇനി നാളെ